പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ബീട്രൂട്ടും മുട്ടയും കൊണ്ടൊരു തോരനാണ് ആക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. 2 ബീട്രൂട്ടാണ് ഇതിനകത്തോട്ട് എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ഉള്ളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ചെറുങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും കൂടെ നടുക്കേ കൂടെ കയറി വെച്ചിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ ആവശ്യത്തിന് ഗ്യാസിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേകാൻ വേണ്ടി പൊത്തി വെക്കുന്നുണ്ട്. പൊത്തി വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ബീട്രൂട്ട് ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നടുക്കൊരു ഭാഗം എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ഇപ്പം 2 മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ. 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ആദ്യം തന്നെ ഒട്ടാകെ ഇളക്കിയിട്ട് മുട്ട അതിനകത്ത് യോജിപ്പിക്കാൻ വേണ്ടി പാടില്ല. മുട്ട മാത്രം ആദ്യം ചിക്കിയിട്ട് അതൊരു വെന്ത രൂപത്തിലായതിന് ശേഷം മാത്രം ബീട്രൂട്ടിലേക്ക് യോജിപ്പിക്കുക. അല്ലെങ്കിൽ ഇതിൽ ചൊവ വരും. മുട്ടയുടെ ആ ഒരു ചൊവ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ടും മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുട്ട ഈ പരുവാകുമ്പോൾ മാത്രമേ യോജിപ്പിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ എല്ലാം യോജിച്ചതിന് ശേഷം തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ട് സാധാരണ തോരൻ വെച്ചാൽ കഴിക്കാത്ത മക്കൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.